വെൽക്കം ബാക്ക്. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ റിവിഷൻ ക്ലാസ് ആണ്. നമ്മൾ ഏകദേശം 90 ലെസൺസ് ഈ കോഴ്സിൽ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ അത് ഓർമ്മയുണ്ടോ എന്നറിയണ്ടേ? അതിനുവേണ്ടി നമ്മൾ ഇന്നൊരു റിവിഷനാണ് ചെയ്യുന്നത്. പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഉപയോഗിക്കുന്നത് എങ്ങനെ, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി നോക്കുന്നത്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ പറയുന്ന മലയാളം സെന്റൻസസ് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ശരിയായ ടെൻസ് ഉപയോഗിച്ച് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ഗൂഗിൾ മീറ്റ് വഴി ലൈവ് ക്ലാസ്സസ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാമർ ആൻഡ് റൈറ്റിംഗ് ലെസൺസും ഉണ്ട്. ഇപ്പോൾ പുറത്തു പോവാം, ഒരു കാര്യം ചെയ്യാം എന്ന് പറയാൻ നമ്മൾ ഇത് എങ്ങനെയാ പറയുന്നത്? രണ്ട് രീതിയിൽ പറയാം. വി ക്യാൻ ഗോ ഔട്ട് നൗ എന്ന് പറയാം. നമുക്ക് വി ക്യാൻ ഗോ ഔട്ട് നൗ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലെറ്റ്സ് ഗോ ഔട്ട് നൗ എന്നും പറയാം. മഴ പെയ്യുന്നില്ല, അതെങ്ങനെയാ പറയുന്നത്? ഇപ്പൊ മഴ പെയ്യുന്നില്ല. ഇപ്പൊ ഒരു കാര്യം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടക്കുന്നില്ല എന്ന് പറയാൻ നമ്മൾ ഏത് ടെൻസാ യൂസ് ചെയ്യാം? അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് സംസാരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സംസാരിക്കുന്ന സമയത്ത് നടക്കാതെ മറ്റു പല സന്ദർഭങ്ങളിലും നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഈ ടെൻസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. മഴ പെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ പെയ്യുന്നില്ല എന്നർത്ഥം. അത് നമ്മളപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ച് എങ്ങനെ പറയും? ഇറ്റ് ഈസ് നോട്ട് റെയിനിങ്. വി ക്യാൻ ഗോ ഔട്ട് നൗ, നമുക്കിപ്പോൾ പുറത്തു പോവാം. ഇറ്റ് ഈസ് നോട്ട് റെയിനിങ്, മഴ ഇപ്പോൾ പെയ്യുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് എന്ന് പറയുമ്പോൾ സംസാരിക്കുമ്പോൾ മഴ പെയ്യുന്നില്ല എന്നാണ് അർത്ഥം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോമാണ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് ING. ഇറ്റ് ഈസ് നോട്ട് റെയിനിങ്. പ്രസന്റ് കണ്ടിന്യൂസിൽ നെഗറ്റീവ് ഉണ്ടാക്കാൻ നമ്മൾ ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി. അങ്ങനെയാവുമ്പോൾ ആ സെന്റൻസ് നെഗറ്റീവായി മാറും. ഞാൻ വീട്ടിൽ പോവുകയാണ്, ഇതെങ്ങനെയാ പറയാം? ഇത് ഇപ്പം നടക്കുന്ന ഒരു കാര്യമല്ല, പക്ഷെ ഞാൻ ഇപ്പം തീരുമാനിച്ചൊരു കാര്യമാണ്. ഞാൻ ഇപ്പോൾ പോകാൻ തുടങ്ങുകയാണ്. ഫ്യൂച്ചറിൽ തന്നെ ഉടനെ തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഞാൻ ആ ഡിസിഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയും നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നടക്കാൻ പോകുന്ന കാര്യമായിരിക്കും, പക്ഷെ നമ്മൾ തീരുമാനം നേരത്തെ തന്നെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ച് പറയാൻ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെ കുറിച്ച് പറയാൻ ഈ ടെൻസ് അല്ല ഉപയോഗിക്കുക. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ ഫ്യൂച്ചറാണ്. അതായത് നമ്മളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, അതിനോടുള്ള ഒരു പ്രതികരണം എന്ന രീതിയിൽ നമ്മൾ ആ സമയത്ത് എടുക്കുന്ന ഡിസിഷൻസ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ ഫ്യൂച്ചറാണ്. അതായത് വിൽ പ്ലസ് V1 ആണ് ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ അതല്ല പറയുന്നത്. ഇവിടെ ആരുടെയും പ്രേരണ ഇല്ലാതെ തന്നെ നമ്മൾ എടുത്തൊരു ഡിസിഷനാണ്. ഞാൻ വീട്ടിൽ പോവുകയാണ്. ഐ എം ഗോയിങ് ഹോം. ഞാൻ വീട്ടിൽ പോവുകയാണ്. ഐ വിൽ ഗോ ഹോം എന്നല്ല ഇവിടെ പറയേണ്ടത്, പ്രസന്റ് കണ്ടിന്യൂസ് തന്നെ ഉപയോഗിക്കാം. ഐ എം ഗോയിങ് ഹോം, ഞാൻ വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ പോകുന്നതിന്റെ കാരണം എന്താ? ഞാൻ ഈ പാർട്ടി എൻജോയ് ചെയ്യുന്നില്ല. അതെങ്ങനെയാ പറയുന്നത്? ഐ ഡോണ്ട് എൻജോയ് ദിസ് പാർട്ടി. ഞാൻ ഈ പാർട്ടി എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയുക ഐ എൻജോയ് ദിസ് പാർട്ടി എന്നാണ് പറയാം. എൻജോയ് ചെയ്യുന്നില്ല എന്ന് പറയാൻ നമ്മൾ ഐ ഡോണ്ട് എൻജോയ് എന്ന് പറഞ്ഞു. ഈ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമുക്ക് ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. ഡു ഉപയോഗിക്കുക പ്ലൂറൽ സബ്ജക്ട്സിന്റെയും ഐയുടെയും യുവിന്റെയും കൂടെയാണ്. ഡസ് ഉപയോഗിക്കുക സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഞാൻ വീട്ടിലെത്തുമ്പോൾ അവർ എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. രണ്ടും കഴിഞ്ഞുപോയ കാര്യമാണ്. വീട്ടിലെത്തുമ്പോൾ അല്ലെങ്കിൽ എത്തിയപ്പോൾ അവർ എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. പാസ്റ്റ് ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഒന്നൊരു ലോങ്ങർ ബാക്ക്ഗ്രൗണ്ട് ആക്ഷനാണ്. അതായത് അവർ കാത്തു നിൽക്കുകയായിരുന്നു എന്നതൊരു ലോങ് ആക്ഷനാണ്. അതിനിടയിലാണ് ഞാൻ വീട്ടിലെത്തിയത്, അതൊരു ഷോർട്ട് ആക്ഷനാണ്. നമ്മളിവിടെ പറയുന്നത് ഒരു ലോങ്ങർ ബാക്ക്ഗ്രൗണ്ട് ആക്ഷനെ കുറിച്ചും അതിനിടയിൽ അതിനെ ഇൻട്രപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനിടയിൽ സംഭവിക്കുന്ന ഒരു ഷോർട്ട് ആക്ഷനെ കുറിച്ചുമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ ലോങ്ങർ ആക്ഷനെ കുറിച്ച് പറയാൻ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. ഇവിടെ നമുക്ക് വേണ്ടത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്, കാരണം കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അതിനിടയിൽ സംഭവിച്ച ആ ഷോർട്ട് ആക്ഷനെ കുറിച്ച് പറയാൻ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഇതെങ്ങനെയാ പറയാം? അവർ എന്നെ കാത്തു നിൽക്കുകയായിരുന്നു, അതാണ് ലോങ്ങർ ആക്ഷൻ. They were waiting for me. അവർ എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. They were waiting for me. ഞാൻ വീട്ടിൽ എത്തുമ്പോൾ, ഞാൻ വീട്ടിലെത്തി. I reached home എന്നോ I got home എന്നോ പറയാം. ഞാൻ വീട്ടിലെത്തുമ്പോൾ when I got home, they were waiting for me. They were waiting for me when I got home. അല്ലെങ്കിൽ when I got home, they were waiting for me. When I reached home എന്ന് നമുക്ക് പറയാം.
ഈ ക്ലോസസിന്റെ പൊസിഷൻ നമുക്ക് മാറ്റാൻ സാധിക്കും. നമുക്ക് ഈ സെന്റൻസിനെ വെൻ ഉപയോഗിച്ച് തുടങ്ങാം. വെൻ ഐ ഗോട്ട് ഹോം ദേ വർ വെയിറ്റിംഗ് ഫോർ മീ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്കിതിലെ മെയിൻ ക്ലോസ് ദേ വർ വെയിറ്റിംഗ് ഫോർ മീ എന്ന ക്ലോസ് ഉപയോഗിച്ച് ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ വെൻ ഉപയോഗിക്കുന്ന ക്ലോസ് അതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. ഇംഗ്ലീഷിൽ നമുക്ക് ഒരു ഇംഗ്ലീഷ് സെന്റൻസിൽ നമുക്ക് ക്ലോസസിന്റെ പൊസിഷൻ പൊതുവെ ഇങ്ങനെ മാറ്റാൻ സാധിക്കും. ഇവിടുത്തെ മെയിൻ ക്ലോസ് ആണ് ദേ വർ വെയിറ്റിംഗ് ഫോർ മീ എന്നത്. അത് ഇൻഡിപെൻഡന്റ് ആണ്, അതിന് തനിച്ച് നിൽക്കാൻ സാധിക്കും. വെൻ ഐ ഗോട്ട് ഹോം ഞാൻ വീട്ടിലെത്തുമ്പോൾ നമുക്കത് കേട്ടാൽ മനസ്സിലാവും അതിന്റെ മീനിങ് കംപ്ലീറ്റ് അല്ലാന്ന്. ഐ ഗോട്ട് ഹോം എന്ന ക്ലോസിന്റെ മീനിങ് കംപ്ലീറ്റ് ആണ്, ഞാൻ വീട്ടിൽ എത്തി, അതാണ് അതിനർത്ഥം. അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആണ്. പക്ഷെ വെൻ എന്ന കൺജങ്ഷൻ അതിന്റെ കൂടെ വന്നപ്പോൾ അതിന്റെ മീനിങ് കംപ്ലീറ്റ് അല്ലാതെയായി. ഞാൻ വീട്ടിൽ എത്തുമ്പോൾ അങ്ങനെ പറയുമ്പോൾ പിന്നെ നമ്മൾ അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആക്കാനായി എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ അവിടെ സപ്ലൈ ചെയ്യണം, അല്ലേ? അപ്പോൾ ഇത്തരം ക്ലോസസിന് മീനിങ് കംപ്ലീറ്റ് അല്ലാത്ത ഈ ക്ലോസസിന് നമ്മൾ പറയുക സബോർഡിനേറ്റ് ക്ലോസസ് എന്നാണ്, അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് എന്ന് പറയും. ഈ ക്ലോസസ് എപ്പോഴും ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചാണ് തുടങ്ങുന്നുണ്ടാവുക. വെൻ ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. ബിഫോർ, ആഫ്റ്റർ, ഈഫ്, വെദർ, അൺലെസ് ഇതെല്ലാം സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. ഈ കൺജങ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലോസസ് എല്ലാം സബോർഡിനേറ്റ് ക്ലോസസ് ആയിരിക്കും. ദേ വർ വെയിറ്റിംഗ് ഫോർ മീ വെൻ ഐ ഗോട്ട് ഹോം. ഞാൻ വീട്ടിലെത്തുമ്പോൾ അവർ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ലോങ്ങർ ബാക്ക്ഗ്രൗണ്ട് ആക്ഷനെ കുറിച്ച് പറയാൻ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചു. സബ്ജക്റ്റ് ദേ ആയത് കാരണമാണ് നമ്മൾ വേർ ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ വാസ് ആണ് ഉപയോഗിക്കുക. വെൻ ഐ ഗോട്ട് ഹോം ആ ഷോർട്ട് ആക്ഷനെ കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചു. ഗെറ്റിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ആണ് ഗോട്ട്. എനിക്ക് വിശക്കുന്നു. നമുക്കിത് രണ്ട് രീതിയിൽ പറയാം. എനിക്ക് ഇപ്പോൾ വിശപ്പുണ്ട് എന്ന അർത്ഥത്തിൽ നമുക്ക് ഐ എം ഹംഗ്രി എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, ഐ എം ഗെറ്റിംഗ് ഹംഗ്രി എന്ന് പറയാം. ഇത് രണ്ടും തമ്മിൽ മീനിങ്ങിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഐ എം ഗെറ്റിംഗ് ഹംഗ്രി എന്ന് പറയുമ്പോൾ എനിക്ക് വിശപ്പ് കൂടിക്കൂടി വരികയാണ് എന്നൊരു മീനിങ് ആണ്. നേരത്തെ ഇത്ര വിശപ്പില്ലായിരുന്നു, ഇപ്പോൾ വിശപ്പ് കുറച്ചുകൂടി നല്ലതുപോലെയുണ്ട്. ഐ എം ഹംഗ്രി എന്ന് പറയുമ്പോൾ എനിക്ക് വിശപ്പുണ്ട് എന്ന് മാത്രമാണ് അതിനർത്ഥം. നമ്മളിങ്ങനെ ചേഞ്ചസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്, മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി ഇംഗ്ലീഷിൽ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വെർബാണ് ഗെറ്റ്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡാർക്ക് എന്ന് പറയുമ്പോൾ ഇരുട്ടായി കൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. ദ സിറ്റുവേഷൻ ഈസ് ഗെറ്റിംഗ് വേഴ്സ് എന്ന് പറയുമ്പോൾ സ്ഥിതി കൂടുതൽ മോശമായി കൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. ഐ എം ഗെറ്റിംഗ് ഹംഗ്രി എന്ന് പറയുമ്പോഴോ എനിക്ക് വിശപ്പ് കൂടി വരികയാണ് എന്നർത്ഥം. ഐ എം ഹംഗ്രി, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അതെങ്ങനെയാ പറയുന്നത്? ലെറ്റ്സ് ഹാവ് സംതിങ് ടു ഈറ്റ്. ലെറ്റ്സ് ഹാവ് സംതിങ് ടു ഈറ്റ്, എന്തെങ്കിലും കഴിക്കാം. സംതിങ്, ലെറ്റ്സ് ഹാവ് സംതിങ് ടു ഈറ്റ്. ലെറ്റ്സ് ഈറ്റ് സംതിങ് എന്ന് പറഞ്ഞാലും മതി. ലെറ്റ്സ് ഹാവ് സംതിങ് ടു ഈറ്റ് അല്ലെങ്കിൽ ലെറ്റ്സ് ഈറ്റ് സംതിങ്, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. എനിക്ക് അർദ്ധരാത്രിയിൽ പലപ്പോഴും വിശക്കാറുണ്ട്. പലപ്പോഴും മിഡ് നൈറ്റിൽ വിശപ്പ് വരാറുണ്ട്. ഇപ്പൊ വിശക്കുന്നുണ്ടോ ഇല്ലേ അതൊന്നും അല്ല പറയുന്നത്. പലപ്പോഴും രാത്രിയിൽ വിശക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഏത് ടെൻസാ ഉപയോഗിക്കാം? ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഒരു ഫാക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ കൂടെ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ആവർത്തിച്ച് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ ഇതെങ്ങനെയാ പറയുന്നത്? എനിക്ക് അർദ്ധരാത്രിയിൽ പലപ്പോഴും വിശപ്പുണ്ടാവാറുണ്ട് അല്ലെങ്കിൽ വിശക്കാറുണ്ട്. ഐ ഓഫൺ, പലപ്പോഴും, അതിനാണ് ഓഫൺ എന്ന അഡ്വർബ് ഉപയോഗിക്കുന്നത്. ഐ ഓഫൺ ഗെറ്റ് ഹംഗ്രി അർദ്ധരാത്രി ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ്. ഐ ഓഫൺ ഗെറ്റ് ഹംഗ്രി ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ്. രാത്രിയുടെ മധ്യത്തിൽ, പാതിരാത്രിയിൽ എനിക്ക് പലപ്പോഴും വിശക്കാറുണ്ട്. ഐ എം ഓഫൺ ഗെറ്റിംഗ് ഹംഗ്രി അല്ല. ഐ എം ഓഫൺ ഗെറ്റിംഗ് ഹംഗ്രി എന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. നമുക്കിവിടെ വേണ്ടത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ല, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ആവർത്തിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഇടയ്ക്കിടെ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഐ ഓഫൺ ഗെറ്റ് ഹംഗ്രി ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ്. ഒഴിവു സമയങ്ങളിൽ നീ എന്താണ് ചെയ്യാറുള്ളത്? ഈ ക്വസ്റ്റ്യൻ അയാളുടെ ഹാബിറ്റിനെ കുറിച്ചാണ്. എന്താണ് ഫ്രീ ആയ സമയം കിട്ടുമ്പോൾ എന്താണ് ചെയ്യാറുള്ളത്? നമ്മുടെ ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ ഏത് ടെൻസാ ഉപയോഗിക്കുക? സിമ്പിൾ പ്രസന്റ് ടെൻസ് വേണം ഉപയോഗിക്കാൻ. ചെയ്യുക, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വെർബാണ് ഡു. ഇത് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഏത് ഓക്സിലറീസാ യൂസ് ചെയ്യാം? ഡൂവും ഉപയോഗിക്കും, നമ്മൾ ഡസും ഉപയോഗിക്കും. നീ എന്താണ് ചെയ്യാറുള്ളത് എന്നാണ് ചോദ്യം. സബ്ജക്റ്റ് യു ആണ്. യുവിൻ്റെ കൂടെ നമ്മൾ ഏത് ഓക്സിലറിയാ യൂസ് ചെയ്യുക? ഡു ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? ഒഴിവ് സമയങ്ങളിൽ നീ എന്താണ് ചെയ്യാറുള്ളത്? ഫ്രീ ടൈം, ഒഴിവ് സമയം. എന്താണ്? വാട്ട്. പിന്നെ വാട്ട് ഡു യു ഡു ഇൻ യുവർ ഫ്രീ ടൈം? വാട്ട് ഡു യു ഡു ഇൻ യുവർ ഫ്രീ ടൈം. ഇവിടെ രണ്ട് ഡു ഉണ്ട്. അതിലെ ആദ്യത്തെ ഡു സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി ഡു ആണ്.
രണ്ടാമത്തെ ഡു ചെയ്യുക എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആക്ഷൻ വെർബ് ഡു ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. വാട്ട് ഡു യു ഡു, നീ എന്താണ് ചെയ്യാറുള്ളത്, അതാണ് അതിനർത്ഥം. വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിക്കുമ്പോഴോ ആ ചോദ്യം നമ്മൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. ഈ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, വാട്ട് ആർ യു ഡൂയിങ്. വാട്ട് ഡു യു ഡു എന്ന് ചോദിക്കുമ്പോൾ നീ പൊതുവെ എന്താണ് ചെയ്യുന്നത്. വാട്ട് ഡു യു ഡു ഇൻ യുവർ ഫ്രീ ടൈം. ക്വസ്റ്റ്യൻ ഹാബിറ്റിനെ കുറിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. നിനക്ക് ഹോബി എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? ഡു യു ഹാവ് അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട്. നിനക്ക് ഹോബി എന്തെങ്കിലും ഉണ്ടോ? ഡു യു ഹാവ് എനി ഹോബീസ്. എന്തെങ്കിലും ഹോബീസ് ഉണ്ടോ? ഡു യു ഹാവ് എനി ഹോബീസ് അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് എനി ഹോബീസ്. ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെയും നമ്മൾ കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വീട്ടിലെത്തുന്ന സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതൊരു ലോങ്ങർ ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. ഇറ്റ് വാസ് റെയിനിങ്. ഞങ്ങൾ വീട്ടിലെത്തി. വി ഗോട്ട് ഹോം അല്ലെങ്കിൽ വി റീച്ച്ഡ് ഹോം. ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ വെൻ വി റീച്ച്ഡ് ഹോം ഇറ്റ് വാസ് റെയിനിങ്. വെൻ വി ഗോട്ട് ഹോം ഇറ്റ് വാസ് റെയിനിങ് അല്ലെങ്കിൽ വെൻ വി റീച്ച്ഡ് ഹോം ഇറ്റ് വാസ് റെയിനിങ്. ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് റെയിനിങ് വെൻ വി ഗോട്ട് ഹോം. ലോങ്ങർ ആക്ഷനെ കുറിച്ച് പറയാൻ കണ്ടിന്യൂസ് ടെൻസസ് ഉപയോഗിക്കുക. അതിനിടയിൽ നടക്കുന്ന ഷോർട്ട് ആക്ഷനെ കുറിച്ച് പറയാൻ സിമ്പിൾ ടെൻസസ് ഉപയോഗിക്കുക. സിമ്പിൾ പ്രസന്റോ സിമ്പിൾ പാസ്റ്റോ മീനിങ്ങിനനുസരിച്ച് ഉപയോഗിക്കുക. ഞങ്ങൾ അവസാനം കാണുമ്പോൾ അവൻ ഒരു ജോലി അന്വേഷിക്കുകയായിരുന്നു. ഞങ്ങൾ അവസാനം കണ്ടു. വി ലാസ്റ്റ് മെറ്റ്. ഞങ്ങൾ അവസാനം കണ്ടു. കാണുമ്പോൾ വെൻ വി ലാസ്റ്റ് മെറ്റ്. അവൻ ഒരു ജോലി അന്വേഷിക്കുകയായിരുന്നു. ഇവിടെയും ലോങ്ങർ ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ ജോലി അന്വേഷിക്കുക എന്ന പ്രവൃത്തിയാണ്. ഹി വാസ് ലുക്കിംഗ് ഫോർ എ ജോബ്. വെൻ വി ലാസ്റ്റ് മെറ്റ് ഞങ്ങൾ അവസാനമായി കാണുമ്പോൾ. വെൻ വി ലാസ്റ്റ് മെറ്റ് ഞങ്ങൾ അവസാനം കാണുമ്പോൾ ഹി വാസ് ലുക്കിംഗ് ഫോർ എ ജോബ്. അവൻ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ഹി വാസ് ലുക്കിംഗ് ഫോർ എ ജോബ്. നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇപ്പം ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് ചോദ്യം. എന്താ ഇങ്ങനെ നോക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് വേണം ഉപയോഗിക്കാൻ. നീ എന്തുകൊണ്ടാ, എന്താ എന്ന വാട്ടല്ല നമ്മളോട് ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ട്, വൈ ആർ യു ലുക്കിംഗ് അറ്റ് മീ ലൈക്ക് ദാറ്റ്. വൈ ആർ യു ലുക്കിംഗ് അറ്റ് മീ ലൈക്ക് ദാറ്റ്. നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? വൈ ആർ യു ലുക്കിംഗ് അറ്റ് മീ ലൈക്ക് ദാറ്റ്. ഇങ്ങനെ, ലൈക്ക് ദാറ്റ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻ ആണിത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഈസ്, ആം, ആർ ഇതിൽ ഏതെങ്കിലും ഒന്നെടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത്. വൈ ആർ യു ലുക്കിംഗ് അറ്റ് മീ ലൈക്ക് ദാറ്റ്. നീ എന്താണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്താ കാര്യം? വാട്ട്സ് ദ മാറ്റർ. എന്താണ് കാര്യം? വാട്ട്സ് ദ മാറ്റർ. നീ എന്താ എപ്പോഴും എന്നെ തുറിച്ചു നോക്കുന്നത്? ഇത് ഇപ്പോഴും ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കും നോക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ ഈ ചോദ്യം അയാളുടെ ഒരു ഹാബിറ്റിനെ കുറിച്ചാണ്. എപ്പോഴും നമ്മളെ ഒരാൾ സ്റ്റെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് കണ്ടിന്യൂസ് അല്ല. അതിന് പകരം നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെ ഉപയോഗിക്കും. അപ്പോൾ ഇതെങ്ങനെയാ ചോദിക്കാം? തുറിച്ചു നോക്കുക, സ്റ്റെയർ. എന്തുകൊണ്ടാണ്? വൈ. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമുക്ക് ഡു അല്ലെങ്കിൽ ഡസ് വേണം. ഇവിടെ സബ്ജക്റ്റ് നീയാണ്. അപ്പോൾ സബ്ജക്റ്റ് യു ആയത് കാരണം പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഡു ആണ്. ക്വസ്റ്റ്യനിൽ ഓക്സിലറി വെർബ് സബ്ജക്റ്റിന് മുന്നിൽ വരും. വൈ ഡു യു എപ്പോഴും, എല്ലായ്പ്പോഴും, ഓൾവേസ് സ്റ്റെയർ അറ്റ് മീ. വൈ ഡു യു ഓൾവേസ് സ്റ്റെയർ അറ്റ് മീ. നീ എന്താണ് എല്ലായ്പ്പോഴും എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? വൈ ആർ യു ഓൾവേസ് സ്റ്റെയറിങ് അറ്റ് മീ എന്നല്ല നമ്മൾ നോർമലി ചോദിക്കുക. വൈ ആർ യു സ്റ്റെയറിങ് അറ്റ് മീ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം എന്താണ് എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നാണ് അതിനർത്ഥം. പതിവായി നമ്മളെ ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. വൈ ഡു യു ഓൾവേസ് സ്റ്റെയർ അറ്റ് മീ. അയാൾ ഇവിടെ ജോലി ചെയ്തിരുന്നു. ഇപ്പോഴില്ല. നേരത്തെ അയാൾ ഇവിടെ ജോലി ചെയ്തിരുന്നു, ഇപ്പം അയാൾ ഇവിടെ ജോലി ചെയ്യുന്നില്ല. നമുക്കിത് മലയാളത്തിൽ പറയാൻ ഇതിങ്ങനെ രണ്ട് സെന്റൻസ് ആയി തന്നെ വേണം പറയാൻ. അല്ലാതെ പറയാൻ നമുക്ക് അതിനൊരു പറ്റിയൊരു വാക്ക് മലയാളത്തിലില്ല. ഇംഗ്ലീഷിലെ ഈ ഒരു ഐഡിയ നമുക്ക് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. നമുക്ക് നോ ലോങ്ങർ എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നോട്ട് എനി ലോങ്ങർ എന്ന് പറയാം. അതല്ലെങ്കിൽ നോട്ട് എനി മോർ എന്ന് പറയാം. അപ്പോൾ ഇതെങ്ങനെയാണ് പറയുന്നത്? അയാൾ ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നില്ല. നേരത്തെ ജോലി ചെയ്തിരുന്നു, ഇപ്പം ചെയ്യുന്നില്ല. അയാൾ, ഹി, ഇവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല. doesn't work here any longer. He doesn't work here any longer. അയാൾ ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നില്ല. അല്ലെങ്കിൽ he doesn't work here any more. any longerന് പകരം നമുക്ക് any more ഉപയോഗിക്കാം.
ഇത് തന്നെ നോ ലോങ്ങർ ഉപയോഗിച്ച് എങ്ങനെയാ പറയാം? ഡസൻ വർക്ക് ഹിയർ എനി ലോങ്ങർ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള നോട്ട് എനി ലോങ്ങർ എന്ന എക്സ്പ്രഷൻ ആണ്. നമുക്കിതിന് പകരം നോ ലോങ്ങർ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാ കിട്ടാം? ഹി നോ ലോങ്ങർ വർക്ക്സ് ഹിയർ. ഹി നോ ലോങ്ങർ വർക്ക്സ് ഹിയർ. നോ ലോങ്ങർ വെർബിന് മുന്നിലാണ് വരുന്നത്. എനി ലോങ്ങർ, എനി മോർ ഇതെല്ലാം സെന്റൻസിന്റെ അവസാനമാണ് വരുന്നത്. നോട്ട് എനി ലോങ്ങർ തന്നെയാണ് നോ ലോങ്ങർ. ഹി നോ ലോങ്ങർ വർക്ക്സ് ഹിയർ. അവൻ ഇവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല. ഇവിടെ ഈ നോ എന്നതൊരു നെഗറ്റീവ് വേർഡാണ്. പിന്നെ അതിൻ്റെ കൂടെ ഡസൻറ്റ് ഉപയോഗിക്കരുത്. നോ തന്നെ നെഗറ്റീവ് ആണ്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഡസൻറ്റ് ഉപയോഗിച്ച് വീണ്ടും അതിനെ ഒരു നെഗറ്റീവ് ആക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എനി ലോങ്ങർ എന്നത് നെഗറ്റീവായ ഒരു എക്സ്പ്രഷൻ അല്ല. അതുകൊണ്ട് തന്നെ പിന്നെ ആ സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കാൻ നമ്മളോട് ഡസൻറ്റ് ഉപയോഗിച്ചു. ഹി ഡസൻ വർക്ക് ഹിയർ എനി ലോങ്ങർ. ഇതേ മീനിങ് തന്നെയാണ് ഹി നോ ലോങ്ങർ വർക്ക്സ് ഹിയർ എന്ന് പറയുമ്പോഴും വരുന്നത്. നോ, നോട്ട് ഇതെല്ലാം നെഗറ്റീവ് വേർഡ്സ് ആണ്. അപ്പം നെഗറ്റീവ് മീനിങ് ഉള്ള ഒരു വേർഡേ ഒരു ക്ലോസിൽ ഉണ്ടാവാൻ സാധിക്കൂ. ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കരുത്. ഹി ഡസൻ നോ ലോങ്ങർ എന്ന് പറയരുത്. ഹി നോ ലോങ്ങർ അങ്ങനെ തന്നെ വേണം പറയാൻ. ഞാൻ ചെന്നൈയിൽ താമസിച്ചിരുന്നപ്പോൾ ബീച്ചിൽ കൂടെ പോകുമായിരുന്നു. ചെന്നൈയിലല്ല ഇപ്പൊ താമസിക്കുന്നത്. ചെന്നൈയിൽ താമസിച്ചിരുന്ന സമയത്ത് ഒരു ഹാബിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു പാസ്റ്റ് ഹാബിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ചെന്നൈയിൽ താമസിച്ചു. ഐ ലിവ്ഡ് ഇൻ ചെന്നൈ. ഞാൻ ചെന്നൈയിൽ താമസിച്ചിരുന്നപ്പോൾ വെൻ ഐ ലിവ്ഡ് ഇൻ ചെന്നൈ. ഞാൻ ബീച്ചിൽ കൂടെ പോകുമായിരുന്നു. ഒരു ആക്ടിവിറ്റി പല പ്രാവശ്യം ഞാൻ ചെയ്യുമായിരുന്നു. എൻ്റെ ഒരു പാസ്റ്റ് ഹാബിറ്റ് ആയിരുന്നു അത്. എങ്ങനെയാണ് നമ്മൾ പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാം? നമുക്കതിനെ യൂസ് ടു ഉപയോഗിക്കാം. അപ്പം നമ്മളിത് ഇങ്ങനെ പറയാം. വെൻ ഐ ലിവ്ഡ് ഇൻ ചെന്നൈ ഐ യൂസ് ടു ഗോ ടു ദ ബീച്ച് വെരി ഓഫൺ. വെൻ ഐ ലിവ്ഡ് ഇൻ ചെന്നൈ, ഞാൻ ചെന്നൈയിൽ താമസിച്ചിരുന്നപ്പോൾ അല്ലെങ്കിൽ ജീവിച്ചിരുന്നപ്പോൾ. പൊതുവെ ജീവിച്ചിരുന്നപ്പോൾ എന്ന് നമ്മൾ അങ്ങനെ പറയില്ല, താമസിച്ചിരുന്നപ്പോൾ എന്നാണ് പറയുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ അതിന് നമ്മൾ പറയുന്നത് ലിവ് എന്ന വെർബ് തന്നെയാണ്. വെൻ ഐ ലിവ്ഡ് ഇൻ ചെന്നൈ ഐ യൂസ് ടു ഗോ ടു ദ ബീച്ച് ഓഫൺ. ഞാൻ കൂടെ ബീച്ചിൽ പോകുമായിരുന്നു. ഐ യൂസ് ടു ഗോ ടു ദ ബീച്ച് ഓഫൺ. യൂസ് ടു നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. നേരത്തെ നമ്മൾ പതിവായി ചെയ്തിരുന്ന, ഇപ്പം നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് യൂസ് ടു ഉപയോഗിക്കുന്നത്. ഐ യൂസ് ടു ഗോ ടു ദ ബീച്ച് ഓഫൺ. ഞാൻ കൂടെ ബീച്ചിൽ പോകുമായിരുന്നു. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചാൽ പോരാ. സിമ്പിൾ പാസ്റ്റ് തന്നെയാണ് ഈ സെൻറ്റൻസ്. പക്ഷേ നമ്മളിവിടെ യൂസ് ടു എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ യൂസ് ടുവിന് പകരം നമുക്ക് വെൻറ്റ് എന്ന് ഉപയോഗിച്ചാൽ പോരാ. ഇവിടെ വെൻ ഐ ലിവ്ഡ് ഇൻ ചെന്നൈ ഐ വെൻ ടു ദ ബീച്ച് ഓഫൺ എന്നല്ല നമ്മൾ പറയുന്നത്. ഐ യൂസ് ടു ഗോ ടു ദ ബീച്ച് ഓഫൺ. ഞാൻ കൂടെ ബീച്ചിൽ പോകുമായിരുന്നു. പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ യൂസ് ടു ഉപയോഗിക്കാം. കഴിഞ്ഞ മാസം ഞാൻ ബീച്ചിൽ പല പ്രാവശ്യം പോയി. ഇതൊരു പാസ്റ്റ് ഹാബിറ്റ് അല്ല. നമ്മളൊരു പ്രത്യേക ഒക്കേഷനിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക പീരിയഡ് ഓഫ് ടൈമിൽ നമ്മൾ ഒരു കാര്യം പലതവണ ചെയ്തു എന്ന് പറയാൻ യൂസ് ടു ഉപയോഗിക്കരുത്. അതിന് പകരം ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പാസ്റ്റ് തന്നെയാണ്. യൂസ് ടു നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. നമ്മൾ നേരത്തെ പതിവായി ചെയ്തിരുന്ന ഒരു കാര്യങ്ങളെ കുറിച്ച് പറയാം. ഏതെങ്കിലും ഒരു പ്രത്യേക ഒക്കേഷനിൽ നമ്മളൊരു കാര്യം പലതവണ ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു ഹാബിറ്റ് അല്ല. എന്തെങ്കിലും ഒരു ആവശ്യം ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു എന്നേ അതിനർത്ഥമുള്ളൂ. അത്തരം കാര്യങ്ങളെ കുറിച്ച് പറയാൻ സിമ്പിൾ പാസ്റ്റ് തന്നെ ഉപയോഗിക്കും. കഴിഞ്ഞ മാസം, ലാസ്റ്റ് മന്ത്. ഞാൻ ബീച്ചിൽ പല പ്രാവശ്യം പോയി. ഞാൻ പോയി, ഐ വെന്റ്. ബീച്ചിൽ, ടു ദ ബീച്ച്. പല പ്രാവശ്യം, സെവറൽ ടൈംസ്. ഐ വെന്റ് ടു ദ ബീച്ച് സെവറൽ ടൈംസ് ലാസ്റ്റ് മന്ത്. ലാസ്റ്റ് മന്ത് വേണമെങ്കിൽ നമുക്ക് സെന്റൻസിന്റെ ആദ്യം വയ്ക്കാം. ലാസ്റ്റ് മന്ത് ഐ വെന്റ് ടു ദ ബീച്ച് സെവറൽ ടൈംസ്. അങ്ങനെയും നമുക്ക് പറയാം. സമയം സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻസ് പൊതുവേ ഒരു ഇംഗ്ലീഷ് സെന്റൻസിന്റെ അവസാനമാണ് വരിക. ആ ഒരു സമയത്തിന് മുകളിൽ കൂടുതൽ ഫോക്കസ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ ടൈം എക്സ്പ്രഷൻ എടുത്ത് സെന്റൻസിന്റെ ആദ്യം വയ്ക്കാം. ഐ വെന്റ് ടു ദ ബീച്ച് സെവറൽ ടൈംസ് ലാസ്റ്റ് മന്ത്. ഇവിടെ യൂസ് ടു ഉപയോഗിക്കരുത്. യൂസ് ടു നമ്മൾ ഇപ്പം നിലവിലില്ലാത്ത പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരു കാര്യം ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് പലതവണ ചെയ്തു എന്ന് പറയാൻ സിമ്പിൾ പാസ്റ്റ് തന്നെ ഉപയോഗിക്കും. അവൾ അവളുടെ അയൽക്കാരുമായി ചേർന്ന് പോകുന്നില്ല. ഈ ഒരു ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസൽ വെർബാണ് ഗെറ്റ് ഓൺ. ഐ ഗെറ്റ് ഓൺ വിത്ത് മൈ നെയ്ബേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അയൽക്കാരുമായി നല്ല രമ്യതയിലാണ് എന്നാണ്. നല്ല ബന്ധമാണ് എനിക്ക് അവരുമായിട്ടുള്ളത്. അങ്ങനെയല്ല, നല്ല ബന്ധമില്ല എന്ന് പറയണമെങ്കിലോ? അപ്പൊ നമുക്ക് അതിന്റെ നെഗറ്റീവ് ഫോം ആണ് വേണ്ടത്. സബ്ജക്റ്റ് ഷീ ആവുമ്പോൾ ഗെറ്റ് ഓണിന്റെ നെഗറ്റീവ് എന്താണ്? ഷീ ഡസിൻ ഗെറ്റ് ഓൺ. അവളുടെ അയൽക്കാരുമായി, വിത്ത് ഹെർ നെയ്ബേഴ്സ്. ഷീ ഡസിൻ ഗെറ്റ് ഓൺ വിത്ത് ഹെർ നെയ്ബേഴ്സ്. ഇവിടെ ഡസ് ഉപയോഗിക്കാൻ കാരണം സബ്ജക്റ്റ് ഷീ ആയതുകൊണ്ടാണ്. ഷീ ഒരു സിംഗുലർ പ്രൊനൗൺ ആണ്. ഡസ്, ഹാസ്, ഈസ് ഇതെല്ലാം സിംഗുലർ പ്രൊനൗൺസ്, സിംഗുലർ വേർബ്സ് ആണ്. നമ്മൾ സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. ഷീ ഡസൻ ഗെറ്റ് ഓൺ വിത്ത് ഹെർ നെയ്ബേഴ്സ്. അയൽക്കാരുമായി അവൾക്ക് നല്ല ബന്ധമില്ല. ഏപ്രിലിൽ സാധാരണ മഴ പെയ്യാറില്ല. ഇതൊരു ഫാക്റ്റ് ആണ്.
ഏപ്രിലിൽ പൊതുവെ അങ്ങനെ മഴ പെയ്യാറില്ല. ഫാക്ട്സിനെ കുറിച്ച്, ജനറൽ ട്രൂത്ത്സിനെ കുറിച്ചെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. മഴ പെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആ സെന്റൻസ് പൊതുവെ ഇറ്റ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യാറ്. ഏപ്രിലിൽ സാധാരണ മഴ പെയ്യാറില്ല എന്നെങ്ങനെ പറയും? ഇറ്റ് ഡസൻ യൂഷ്വലി റെയിൻ ഇൻ ഏപ്രിൽ. ഇറ്റ് ഡസൻ യൂഷ്വലി റെയിൻ ഇൻ ഏപ്രിൽ. ഏപ്രിലിൽ സാധാരണ മഴ പെയ്യാറില്ല. യൂഷ്വലി എന്നത് പതിവായി അല്ലെങ്കിൽ സാധാരണ എന്നെല്ലാം അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു അഡ്വർബാണ്. അഡ്വർബിന്റെ പൊസിഷൻ ശ്രദ്ധിക്കണം. അഡ്വേർബ്സ് പൊതുവെ ഇതുപോലത്തെ ഫ്രീക്വൻസി അഡ്വേർബ്സ് എല്ലാം ഓക്സിലറി വെർബിന് ശേഷവും മെയിൻ വെർബിന് മുന്നിലുമായിട്ടാണ് വരിക. രണ്ട് ഓക്സിലറി ഉണ്ടെങ്കിൽ അതിലെ ആദ്യത്തെ ഓക്സിലറിക്ക് ശേഷമാണ് ഈ അഡ്വേർബ്സ് വരിക. ഒരു ഓക്സിലറിയും ഇല്ലെങ്കിൽ മെയിൻ വെർബിന് മുന്നിൽ, അതായത് ആദ്യം അഡ്വർബ് വരും പിന്നെ മെയിൻ വെർബ്, അങ്ങനെയാണ് വരിക. ഒരു ഓക്സിലറിയും ഒരു മെയിൻ വെർബുമാണ് ഉള്ളതെങ്കിൽ ഇതിന് രണ്ടിനും ഇടയിലായിട്ടാണ് ഇതുപോലുള്ള അഡ്വേർബ്സ് വരിക. ഇവിടെ ഇപ്പോൾ അത് ഡസന്റിനും റെയിനിനും ഇടയിലാണ് വന്നത്. ഇറ്റ് ഡസൻ യൂഷ്വലി റെയിൻ ഇൻ ഏപ്രിൽ. ഏപ്രിലിൽ സാധാരണ മഴ പെയ്യാറില്ല. ഇതൊരു ജനറൽ ട്രൂത്ത് ആണ്. അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഞാൻ ജോലിക്ക് പോവാൻ തയ്യാറാവുമ്പോൾ എൻ്റെ അയൽക്കാരി അപ്രതീക്ഷിതമായി വന്നു. അപ്രതീക്ഷിതമായി, അൺഎക്സ്പെക്റ്റഡ്ലി. എൻ്റെ അയൽക്കാരി വന്നു. മൈ നെയ്ബർ വന്നു, കെയിം. അല്ലെങ്കിൽ നമുക്ക് ടേൺഡ് അപ്പ് എന്ന് പറയാം. ടേൺ അപ്പ് എന്ന ഫ്രേസൽ വെർബിനും വന്നു എന്ന്, വരിക എന്ന് തന്നെയാണ് അർത്ഥം. മൈ നെയ്ബർ കെയിം അവിചാരിതമായി അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി, അൺഎക്സ്പെക്റ്റഡ്ലി. ഞാൻ ജോലിക്ക് പോവാൻ തയ്യാറാവുകയായിരുന്നു. ഐ വാസ് ഗെറ്റിംഗ് റെഡി ഫോർ വർക്ക്. ഐ വാസ് ഗെറ്റിംഗ് റെഡി ഫോർ വർക്ക്. തയ്യാറാവുമ്പോൾ, വെൻ ഐ വാസ് ഗെറ്റിംഗ് റെഡി ഫോർ വർക്ക്. മൈ നെയ്ബർ ടേൺഡ് അപ്പ് അൺഎക്സ്പെക്റ്റഡ്ലി വെൻ ഐ വാസ് ഗെറ്റിംഗ് റെഡി ഫോർ വർക്ക്. ഓഫീസിൽ പോവാൻ ഞാൻ തയ്യാറാവുന്ന സമയത്ത് എൻ്റെ നെയ്ബർ അപ്രതീക്ഷിതമായി കയറി വന്നു. മൈ നെയ്ബർ ടേൺഡ് അപ്പ് അൺഎക്സ്പെക്റ്റഡ്ലി വെൻ ഐ വാസ് ഗെറ്റിംഗ് റെഡി ഫോർ വർക്ക്. ഇവിടെയും നമ്മൾ രണ്ട് പാസ്റ്റ് കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് ലോങ്ങർ ആക്ഷൻ ആണ്. ഓഫീസിൽ പോകാനായി തയ്യാറെടുക്കുക എന്നത് ലോങ്ങർ ആക്ഷൻ ആണ്. നെയ്ബർ വന്നു എന്നത് ഒരു ഷോർട്ട് ആക്ഷൻ ആണ്. നെയ്ബർ അവിടെ എത്ര നേരം ഇരുന്നു അതൊന്നും നമ്മളിവിടെ സംസാരിക്കുന്നില്ല. വന്നു എന്ന് മാത്രമാണ് പറയുന്നത്. ഒരു ഷോർട്ട് ആക്ഷൻ. അപ്പൊ അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചു. മറിച്ച് ആ ലോങ്ങർ ബാക്ക്ഗ്രൗണ്ട് ആക്ഷനെ കുറിച്ച് പറയാൻ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചു. ഞാൻ ഇന്നലെ അവളെ കാണാൻ പോയപ്പോൾ അവൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഞാൻ ഇന്നലെ അവളെ കാണാൻ പോയി. അതെങ്ങനെ പറയും? ഐ വെന്റ് ടു സീ ഹെർ യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ അവളെ കാണാൻ പോയപ്പോൾ, വെൻ ഐ വെന്റ് ടു സീ ഹെർ യെസ്റ്റർഡേ, അവൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലായിരുന്നു. അവൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. ഷി വാസ് പ്രിപ്പയറിംഗ് ഫോർ ഹെർ എക്സാം. അവൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഷി വാസ് ബിസി പ്രിപ്പയറിംഗ് ഫോർ ഹെർ എക്സാം. She was busy preparing for her exam. When I went to see her yesterday, she was busy preparing for her exam. അവൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന തിരക്കിലായിരുന്നു. She was busy preparing. She was preparing എന്ന് പറയുമ്പോൾ അവൾ തയ്യാറെടുക്കുകയായിരുന്നു എന്നർത്ഥം. She was busy preparing എന്ന് പറയുമ്പോൾ തയ്യാറെടുക്കുന്ന തിരക്കിലായിരുന്നു എന്നർത്ഥം. എനിക്ക് അവളെ ശല്യം ചെയ്യണമെന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അധിക സമയം അവിടെ നിന്നില്ല. എനിക്ക് അവളെ ശല്യം ചെയ്യണമെന്നുണ്ടായിരുന്നു എന്നെങ്ങനെ പറയും? I wanted to disturb her. അല്ലെ? I wanted to disturb her. നമുക്ക് വേണ്ടത് അതിന്റെ നെഗറ്റീവാണ്. ശല്യം ചെയ്യണമെന്ന് ഇല്ലായിരുന്നു. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നെഗറ്റീവ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഡിഡ് എന്ന ഓക്സിലറിയാണ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആവട്ടെ പ്ലൂറൽ ആവട്ടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഡ് ആണ്. ഐ ഡിഡൻറ്റ്, എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു. ഐ ഡിഡൻറ്റ് വാണ്ട് ടു ഡിസ്റ്റർബ് ഹെർ. അതുകൊണ്ട് ഞാൻ അധികം സമയം നിന്നില്ല. അതുകൊണ്ട് സോ, ഞാൻ അധിക സമയം അവിടെ നിന്നില്ല. സോ ഐ ഡിഡൻറ്റ് സ്റ്റേ ലോങ്. കൂടുതൽ സമയം ഞാൻ അവിടെ നിന്നില്ല. ഐ ഡിഡൻറ്റ് വാണ്ട് ടു ഡിസ്റ്റർബ് ഹെർ, സോ ഐ ഡിഡൻറ്റ് സ്റ്റേ ലോങ്. ഇവിടെ നമ്മൾ രണ്ട് ക്ലോസിൽ ഉപയോഗിച്ച് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കാൻ നമ്മൾ ഡിഡ് ഉപയോഗിക്കും. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ആദ്യം അവനോട് പറഞ്ഞപ്പോൾ അവൻ എന്നെ വിശ്വസിച്ചില്ല. അവൻ എന്നെ വിശ്വസിച്ചില്ല. കഴിഞ്ഞുപോയ കാര്യമാണ്, നെഗറ്റീവാണ്. ഹി ഡിഡൻറ്റ് ബിലീവ് മീ. അവൻ എന്നെ വിശ്വസിച്ചില്ല. ഞാൻ അവനോട് പറഞ്ഞപ്പോൾ, ഞാൻ അവനോട് ആദ്യം പറഞ്ഞപ്പോൾ, ഞാൻ അവനോട് ആദ്യം പറഞ്ഞു. ഐ ഫസ്റ്റ് ടോൾഡ് ഹിം. അവസാനമായി കണ്ടപ്പോൾ എന്ന് പറയാൻ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? വി ലാസ്റ്റ് സോ എന്നാണ് പറഞ്ഞത് അല്ലെ? വെൻ വി ലാസ്റ്റ് സോ, ഞങ്ങൾ അവസാനമായി കണ്ടപ്പോൾ. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ, വെൻ ഐ ഫസ്റ്റ് ടോൾഡ് ഹിം, ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന്, വാട്ട് ഹാപ്പൻഡ് അല്ലെങ്കിൽ വാട്ട് ഹാഡ് ഹാപ്പൻഡ്. സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം, പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. വെൻ ഐ ഫസ്റ്റ് ടോൾഡ് ഹിം വാട്ട് ഹാഡ് ഹാപ്പൻഡ് ഹി ഡിഡൻറ്റ് ബിലീവ് മീ. ഞാൻ തമാശ പറയുകയാണെന്നാണ് അവൻ കരുതിയത്. അവൻ കരുതി. ഹി തോട്ട്. ആണെന്നാണ് ദാറ്റ്.
ഞാൻ തമാശ പറയുകയായിരുന്നു. ഐ വാസ് ജോക്കിംഗ്. ഹി തോട്ട് ദാറ്റ് ഐ വാസ് ജോക്കിംഗ്. ഞാൻ തമാശ പറയുകയായിരുന്നു എന്നവൻ കരുതി. ഹി തോട്ട് ദാറ്റ് ഐ വാസ് ജോക്കിംഗ്. ഈ തെരുവിന്റെ അവസാനത്തിൽ ഒരു ചെറിയ ചായക്കട ഉണ്ടായിരുന്നു. ഇപ്പം അതവിടെ ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു. പാസ്റ്റിലുള്ള ഒരു സ്റ്റേറ്റ് ആണ്. നേരത്തെ കുറച്ച് സമയം, കുറച്ച് കാലം, കുറച്ച് വർഷങ്ങളോ മറ്റോ അതവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പാസ്റ്റ് സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയാനും നമുക്ക് യൂസ് ടു ഉപയോഗിക്കാം. ഈ തെരുവിന്റെ അവസാനത്തിൽ, അറ്റ് ദ എൻഡ് ഓഫ് ദി സ്ട്രീറ്റ്, ഒരു ചെറിയ ചായക്കട ഉണ്ടായിരുന്നു. ഈ സെന്റൻസ് നമ്മൾ ദർ ഉപയോഗിച്ചാണ് തുടങ്ങുന്നത്. പൊതുവെ ഇംഗ്ലീഷിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ട്, എക്സിസ്റ്റൻസ്, അത് സൂചിപ്പിക്കാനായി ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ ദർ ഈസ് അല്ലെങ്കിൽ ദർ വാസ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ അത് ഉണ്ടായിരുന്നു. ഇവിടെ പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് വാസും വേറെ ഒന്നുമല്ല, സിമ്പിൾ പാസ്റ്റ് അല്ല ഉപയോഗിക്കുന്നത്. പാസ്റ്റ് സ്റ്റേറ്റിനെ കുറിച്ച് പറയാനും നമുക്ക് യൂസ് ടു ഉപയോഗിക്കാം. There used to be a small tea shop. There used to be a small tea shop at the end of the street. At the end of the street എന്ന് പറയുമ്പോൾ ഈ തെരുവിന്റെ അവസാനം. ഇവിടെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് വാസ് ഉപയോഗിക്കുന്ന അത്ര അപ്രോപ്രിയേറ്റ് അല്ല. There was a small tea shop at the end of the street എന്നല്ല നമുക്ക് പറയേണ്ടത്. There used to be a small tea shop at the end of the street എന്നാണ്. പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാനും പാസ്റ്റ് സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയാനും നമുക്ക് യൂസ് ടു ഉപയോഗിക്കാം. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ദർ വാസ് എ സ്മോൾ ടീ ഷോപ്പ് എന്ന് പറയുന്നത് അത്ര കറക്റ്റ് അല്ല. യൂസ് ടു തന്നെ ഉപയോഗിക്കാം. ദർ യൂസ് ടു ബി എ സ്മോൾ ടീ ഷോപ്പ് അറ്റ് ദ എൻഡ് ഓഫ് ദി സ്ട്രീറ്റ്. ഈ ലെസൺ യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ടെൻസസിന്റെ ഒരു റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ ചെയ്തത്. യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്.